ആൾക്കാർ ഓരോരോ കണ്ണുകാടി എല്ലാവർക്കും ചെയ്യാം. ഇന്റെ ചെക്കൻ ചെയ്യുമ്പോഴാണ് ഓറ്റുങ്ങൾക്ക് ഓരോരോ ഇത് ഓക്കെ അസൂയ 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 എന്നല്ലാതെ എന്താ പറയാനാണ്. എന്താ ചെയ്യറേ താത്ത അസൂയക്കാര് വിളിക്കുക ഇന്നെ പറയിച്ചിട്ട് ഉണ്ടാവുന്നാണ്. അന്നെ പറയാന്നല്ല എന്റെ വാവാ. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നോട് പറയാൻ എന്റെ വാവാ. എന്താ താത്ത അസൂയക്കാരൻ അസൂയ. ഇന്റെ ചെക്ക എന്താ ക്ലബ് എന്ന സാധനം ഉണ്ടല്ലോ, അതിലെന്താണ് എല്ലാരും എന്താ സെലക്ട് ചെയ്യണ്ട അത്ര ഇപ്പൊ യൂട്യൂബ് ചാനല്. അപ്പൊ ഇന്റെ ചെക്കനെ വിളിച്ച് യൂട്യൂബ് ചാനലിലേക്കാ ആർക്കും 10 റുപ്യ കിട്ടണ ഇത്ര കണ്ണിക്കടി പാടുണ്ട് ആൾക്കാർക്ക്. എന്നിട്ട് ആ സുബൈദ ചെന്നിട്ട് കേസ് കൊടുക്കൂന്ന് പറഞ്ഞിരിക്കണം ഇന്റെ ചെക്കന്റെ പേരില്. എന്തിന്? ഇന്റെ ചെക്കൻ മോനെ ആ യൂട്യൂബ് ചാനൽ കളിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടി കൂട്ടി. അതിന് ഓൾക്ക് എന്ത് ചെയ്തോ സുബൈദ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കണ്. ചെക്കൻ ഇഞ്ഞും കാട്ടും ഓളൊന്നും കേസ് കൊടുക്കുന്ന കാണട്ടെ ഞങ്ങള്. അന്നോട് പറയാം പണക്കാർ ചെയ്താത് അല്ല നല്ല രസം, പാവങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭ്രാന്താന്ന് പറയുക. പണക്കാരും പാവങ്ങളൊന്നും എല്ലാരും തുല്യരാണ്. സുബൈദ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കണം. അല്ല കുഞ്ഞാപ്പ് കിടന്നിട്ട് അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. എവിടെയാണ്? ഞാൻ അവിടെ നോക്കിയല്ലോ. ഇല്ല അവിടെ ഉണ്ടാവും. ഞാപ്പോ എന്ത് പറ്റി? കാലിനെന്ത് പറ്റി? കാലൊന്നും പറ്റിട്ടില്ല. കരയണതാ? കാര്യല്ലടാ പഠിക്കാണ്. എന്ത് പഠിക്കണ? സ്കൂളിലാ? സ്കൂളല്ലടാ. എന്താ പഠിക്കണ? സ്കൂളിൽ പോകണ്ട? സ്കൂൾക്ക് പോവൊന്നുമില്ല. പിന്നെന്താ പഠി? ഇവരെല്ലാരും ഈ ക്ലബിന്റെ പരിപാടി ഇല്ലേ, യൂട്യൂബ് ചാനലൊക്കെ അതാണ് ഉമ്മ പറഞ്ഞത്. ഡാൻസും കാര്യങ്ങളും. അപ്പൊ ഇന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ അവിടുന്ന് പാടുമ്പോ ഉമ്മ പറയും തൊള്ളും ചെരി ഒത്തി വെച്ചിട്ട് സഹിക്കാൻ വയ്യ, ഒന്ന് മാറി അങ്ങ് പാടിക്കോ പറഞ്ഞു. അപ്പൊ അവിടുന്ന് പാടാൻ പറ്റിയില്ല. ഇന്നലെ എന്നോട് ഉമ്മ പറഞ്ഞോട് പാട്ട് പഠിക്കാനുള്ള പരിപാടി, ക്ലബിന്റെ പരിപാടി. അപ്പൊ ഇന്ന് രാവിലെ എന്റെ സുബൈദ ഉമ്മാനി ഇനിയും വന്ന് ചീത്ത അറിഞ്ഞിരിക്കും. ഞാനിങ്ങനെ പഠിക്കണേന് സുബൈദ കേസ് കൊടുക്കൂന്ന് പറഞ്ഞു. ആൾക്കാരെ ശല്യം ചെയ്ത അങ്ങനെ തന്നെ. ഞാൻ ശല്യം ചെയ്തിട്ടില്ല. ഞാൻ ചുറ്റുഭാഗത്തുള്ളവർക്ക് കേൾക്കണ്ടേ കുഞ്ഞാപ്പോ? പാടി ഞാൻ അതിന് അങ്ങനെ പാടിട്ടില്ല. പാടിപ്പോ ഞാൻ അങ്ങനെ എന്താണ് എന്നോട് പറയണേ പഠിക്കുന്ന ആൾക്കാര് കരയാണത്തരെ ഒച്ചയും ബഹളം ഉണ്ടാകുമ്പോ പഠിക്കാൻ പറ്റൂല. അങ്ങനെ ഞാന് ഇങ്ങനെ പാടി പഠിക്കായിരുന്നു. അതിന് നേരം വെക്കുമ്പോ സുബൈദ പറഞ്ഞ് പള്ളനി മോനി ഞങ്ങള് കേസ് എടുക്കും, ഇവിടെ നാട്ടുകാർക്ക് പഠിക്കാൻ സമ്മതിക്കണില്ല. ഞാന് രാത്രി പഠിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി എന്താ പഠിച്ച്? രാത്രി 3 മണിക്ക് അടക്കിടുന്ന അകർന്നു. 3 മണിക്കും പുലർച്ചെ 5 മണിക്കൊക്കെ എണീച്ച് അങ്ങനെ സാന്തകം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എന്നോട് 5 മണിക്കൊക്കെ. എന്നാലേ അത്ര പാട്ട് പഠിയോളൂന്ന്. അതിന് സുബൈദ ഇനി ഉമ്മാനെ പറയാത്തില്ല, കേസ് കൊടുക്കാത്തറേ നാട്ടുകാർക്ക് ഉറപ്പിക്കണില്ല അറിഞ്ഞിട്ട്. ഉമ്മാന്ന് പറയല്ല നിങ്ങളിങ്ങനെ വാലാവ ചോദിക്കാൻ മതി. എന്നെ ചക്കനെയും പിടിച്ചിട്ടിരിക്കുന്നു. എന്നാ പരിപാടി? പറഞ്ഞ അടുത്ത ഒരാഴ്ച ഉണ്ട്. അപ്പൊ ക്ലബില്ലേ അതിന്റെ എന്താ വർഷത്തിന്റെ അന്നെ വിളിച്ചാ. അപ്പൊ എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പോ ഇജ്ജ് പാടിക്കോ, പാടുമ്പോ എല്ലാരും കണ്ടോളൂന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് യൂട്യൂബ് ചാനൽ പിടിക്കുകയും ചെയ്യാ. അതിലൊരു സ്റ്റേജൊക്കെ കെട്ടിട്ട് ഇന്നോട് പാടാൻ പറഞ്ഞു. ഞാന് 2 പാട്ട് പാടിയിട്ട് എനിക്ക് പാടിക്കാം. സുബൈദ കേസ് കൊടുക്കും പറഞ്ഞു. കേസ് ഇറക്കാണ്ട് വരട്ടെ. വേറെ പാട്ടുണ്ടാ? അതിങ്ങനെ പാടാൻ ഈ പാട്ടൊക്കെ പാടി കേസ് കൊടുക്കും. അപ്പൊ ആൾക്കാര് കൂടും അത്ര എന്റെ പാട്ട് കേട്ടാല്. അതിന് ആൾക്കാർ കൂടല്ലോ ഓടുന്ന് പറഞ്ഞിണ്ടാവും. ഓടുന്നാ പറഞ്ഞത്. അപ്പൊ എന്നോട് ഇങ്ങനെ പാടി ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞിങ്ങനെ 2 വരി ഇപ്പൊ പാടാ.
എന്തെങ്കിലും കേട് വരും. പിന്നെ തൊണ്ടൊക്കെ കേട് വരും കുഞ്ഞാ. പോയി ആ പരിപാടിക്ക് പോണ്ടെന്ന് വെച്ചാളെ. അത് പറ്റൂല, വയറാവും. വയറിലാവും. അതൊക്കെ ആവും ജാതിയാണെങ്കിൽ. അപ്പൊ ഞാൻ ആൾക്കാരൊക്കെ അറിയപ്പെടൂലടാ. തീർച്ചയായിട്ടും. അതിന് വേണ്ടിട്ട് പഠിച്ചും കൂടി ഇരിക്കാണ് ഞാൻ. അതിന് ഇത്ര കണ്ണിക്കടിയുള്ള ഒരു പെണ്ണായിട്ട് ഇവിടെ ഉണ്ടാവും. പോട്ടെ കുഞ്ഞാ. എന്തായാലേ കണ്ണിക്കടി പോവാൻ തീരുമാനിച്ചല്ലേ, പോയിക്കോ. ഞങ്ങളെ കേസ് കൊടുക്കൂന്ന് പറഞ്ഞേക്കണു. ഞാൻ അത് നോക്കാൻ വേണ്ടി വന്നാണ്. പാടട്ടെ. ഞാൻ പോട്ടെ, നജ്ജി പാടിക്കോ.